56 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ. ദാവീദാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നത് ഞാൻ കാണുകയാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ഈ വചനം നമ്മൾ ഇച്ചിരി മനസ്സിരുത്തി പഠിക്കുമ്പോൾ ഇതെപ്പോഴാണ് ഈ സങ്കീർത്തനം ചമച്ചതെന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ആകെ തൂക്കം പഠിച്ചാൽ ശത്രു തൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വിളിച്ചപേക്ഷിച്ചാൽ അവനൊരു കാഴ്ച കാണുക, എന്നോട് പോരാടിയ ശത്രു പിന്തിരിയുന്ന കാഴ്ച. ഞാനൊരു വലിയ കാഴ്ച കാണുക. ഇതിനകത്ത് ശത്രു പുറകോട്ട് പോയി കഴിയുമ്പോൾ നിന്റെ ലൈഫിൽ തടഞ്ഞു വെച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിലേക്ക് നദി ഒഴുകുന്നത് പോലെ ഒഴുകി കയറാൻ പോവുക. നീ അനുഗ്രഹിക്കപ്പെടാൻ സമയമായി. നിന്റെ മേൽ കിടക്കുന്ന വിധി തിരുത്താൻ സമയമായി. നിന്റെ ഗതികേട് പൊട്ടാൻ സമയമായി. എനിക്ക് കാണാം, ഒഴുകി വരുന്ന വെള്ളം പോലെ ചില കുടുംബങ്ങളിലേക്ക് നന്മയുടെ ഉറവ വെളിപ്പെട്ടു വരുന്ന കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടെ. ഹല്ലേലൂയ. മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആര് സമയം ചെലവഴിക്കുന്നു അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഞാൻ കാണുന്ന ഒന്നാമത്തെ കാഴ്ച, നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശത്രു പിന്തിരിയാൻ തുടങ്ങും. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ നിയോഗം ദൈവം തരാൻ പോവുക. നിന്റെ ബിസിനസ്സിനോട് പോരാടുന്ന, നിന്റെ കുടുംബജീവിതത്തോട് പോരാടുന്ന, നിന്റെ സന്തതിയോട് പോരാടുന്ന, നന്മയോട് പോരാടുന്ന, വാഗ്ദത്തത്തോട് പോരാടുന്ന സകല ശക്തിക്ക് നേരെ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അഴിച്ചുവിടുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ശത്രു പിന്തിരിയും. ഓ ഹല്ലേലൂയ. രണ്ടാമതൊരു കാഴ്ച കൂടെ ഞാൻ കാണുകയാണ്. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയുന്നു, ശത്രു പിന്തിരിയും. ഗ്ലോറി ടു ഗോഡ്. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറും. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദേശത്ത് പരസ്യക്കോലമാക്കുവാൻ, നിന്നെ ദേശത്ത് അപമാനിക്കാൻ എത്ര അധ്വാനിച്ചാലും ഒരു നന്മയും നിന്റെ വീട്ടിൽ ഫലമാകാതെ നിന്നെ ബന്ധിച്ചിടുന്ന ദുഷ്ടന്റെ കൈകൾ ഇന്നു രാത്രി ബന്ധിക്കപ്പെടുക.